ആ പെണ്ണിൻ്റെ കാര്യം ഓർത്ത കഷ്ടം തന്നെ അല്ലേ? ഒരു പെണ്ണിനും ഇങ്ങനത്തെ ഒരു ഗതികേട് വരുത്തരുത്. സത്യം. അച്ഛനും അമ്മയും ഉപേക്ഷിച്ച് കാമുകന്റെ കൂടെ ഒളിച്ചോടി, അവൻ പറ്റിച്ച് വേറൊരുത്തനെ കല്യാണം കഴിച്ച് അവനും ഉപേക്ഷിച്ച്, ഇതൊന്നും പോരായിട്ട് 5-6 പേര് റോട്ടിലിട്ട് ബലാത്സംഗം ചെയ്തു. ഇതൊരു തേണ്ടിത്തരല്ലേ? പറയണേ അപസ്മാരം സീരിയല്ല പെണ്ണിന്റെ കാര്യം. തെറ്റാണ് സലീംക്ക. മൂപ്പര് മറ്റേ താമരന്റെ കാര്യല്ലേ പറഞ്ഞേ? എനിക്ക് മനസ്സിലായി. ഞാൻ വെറുതെ ഇട്ട് നോക്കിയല്ലേ, കയറി കൊളുത്തിയത് കണ്ടില്ലേ? റംല. ഹലോ, എന്താടി? അതിനേ എനിക്കൊരു വിസ അടിക്കുന്ന ജോലിയൊന്നുമല്ലോ. ആ 3-4 പേരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, റെഡിയായി അറിയിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. വേറെ വിശേഷമൊന്നുമില്ലല്ലോ. ആ വെച്ചോ. ഇപ്പൊ വിസ കിട്ടാണ്ട്. എന്താ സലീമിക്ക പ്രശ്നം? നാട്ടിൽ നിന്ന് റംലയാ, അവളുടെ ആങ്ങളുടെ വിസയുടെ കാര്യം റെഡിയാന്ന് അറിയാൻ വിളിച്ച. മൂപ്പർക്ക് നാട്ടിലെന്താ പണി? അവനോട് ഫാൻ്റെ ഏർപ്പാടാ. കറക്കം. വേറെന്ത് പണി? ചായ 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 റെഡി. എന്താ ആക്രാന്തോടാ? ചായ അല്ലേ? ആടാ, കാഞ്ഞങ്ങാട്ടേക്ക് ഒരാളെ പോകുന്നുണ്ട്. വേണമെങ്കിൽ നിന്റെ ഓൾക്കുള്ള മൊബൈൽ കൊടുത്തു വിടാം. ആണോ? ദിപ്പെടുത്തുന്നവരാ. എന്താ ഭാര്യയോടുള്ള സ്നേഹം അല്ലേ? പാവം. അവൻ പാവം. അതിരിക്കട്ടെ, ഇതാരീ ഞാൻ അറിയാത്തൊരു കാഞ്ഞങ്ങാട്ടുകാരൻ നാട്ടിൽ പോണത്? അത് അൽക്കൂസിലാ. അൽക്കൂസിലാര്? നമ്മുടെ അരവിന്ദന്റെ ഒരു അനിയൻ. മനസ്സിലായി. എന്ത്? നിനക്ക് ഈ പേരും പറഞ്ഞ് അൽക്കൂസി പോണം, എന്നിട്ട് ഈ മൊബൈലും കൊടുത്തിട്ട് നിന്റെ താമര വിരിഞ്ഞൊന്ന് നോക്കണം അല്ലേ? നിങ്ങൾ പോകുന്നുണ്ട് വെറുതെ സത്യം പറയാണ്ട്. മനസ്സിലായി മനസ്സിലായി. മോനെ ജീവ, സലീക്ക് ഇത് കുറേ കണ്ടതാ. ഈ മുഹബത്ത് എന്ന് പറഞ്ഞ സാധനല്ലേ, അത് വല്ലാത്തൊരു ഗുലുമാല കേസാണ്. അത് എല്ലിന് കയറി പിടിച്ച പിന്നെ പെണ്ണിന് വേണ്ടി നമ്മൾ എന്ത് റിസ്ക് എടുക്കും. പക്ഷെ നീ അവളെ ആത്മാർത്ഥമായിട്ട് ഇഷ്ടപ്പെടണമെങ്കിൽ വെറുതെ വെള്ളം ഇറക്കി ഇറക്കാതെ ആണുങ്ങളെ പോലെ അവളുടെ അടുത്ത് പോയി കാര്യം പറയാൻ നോക്കും. അല്ലാതെ മനസ്സിലിട്ട് ഉണ്ടിട്ടിട്ട് ഒരു കാര്യമില്ല. സംഭവം മൂപ്പര് കാമപ്രാന്തനാണെങ്കിലും മൂപ്പര് പറഞ്ഞതിൽ കാര്യമുണ്ട്. കാമപ്രാന്തത്തിന്റെ അച്ഛനടത്തേണ്ടി ചെറുതാണെങ്കിലും കാമം കാമം നേടാൻ പറ്റും. പറയണോ? പറയാല്ലേ? പറഞ്ഞാ നിനക്ക് കൊള്ളാം. ഓക്കെ, പറയാം. ഇറങ്ങലാം. ഇതാണ് UAE-ലെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലം, ജബൽ അൽ ജയ്സ്. இதுதான் சர்ப்ரைஸா? സർപ്രൈസ് ഇതല്ല. அப்புறம் അതായത് എനിക്ക് ഒരു പെണ്ണിനെ ഇഷ്ടമായി. ഐ മീൻ ഈ കാതൽ. അത് അന്ത പൊണ്ണിനോട് തുറന്ന് പറയறதுக்கு ഒരു ചിന്ന ഭയം ഇருக்கு. எதுக்கு பயப்படணும்? தைரியமா சொல்லுங்க. எந்த பெண்ணுக்கும் உங்களை பிடிக்கும். അല്ല അതൊക്കെ, ஆனா அந்த பொண்ணோட மனசுக்குள்ள வேற யாராவது இருந்தாலோ? அது நேர்ல சொன்னால்தான் தெரியும். எப்படி தெரியும்? அந்த பெண்ணுக்கு உங்கள் மேல் காதல் இருக்கேண்டா, அவளோட கண்ணை பார்த்தாலே போதும் தெரியும். അപ്പൊ ഓക്കെ, ഇനി കണ്ണൊന്ന് അടച്ചേ. കണ്ണു മൂടിക്കേ. ഈശ്വര, ഞാൻ சொன்ன அந்த பொண்ணு நீதான். எனக்கு உன்னை ரொம்ப பிடிச்சிருக்கு. உனக்கு என்ன பிடிச்சிருக்கா? அது
ജീവ വേണ്ട. എനിക്ക് വേണ്ടത് നിന്റെ മനസ്സിന്റെ മറുപടിയായിരുന്നു. അതീ കണ്ണുകളിലിർക്ക് എനിക്കത് പോതും. എന്നാ പിന്നെ പോയാലോ? ആ സലിമിക്ക, ഡാ നീ മറന്നോ? ഇത് നമ്മുടെ ഇച്ചായന്റെ വെഡിങ് ആനിവേഴ്സറിയാ. നീ അവളെ കൊണ്ടാക്കിയിട്ട് വേഗം വാ, നമുക്കിന്ന് ഇവിടെ കൂടാം. ആ നല്ല മുളകിട്ട മത്തിക്കറി, നല്ല ഇടിവെട്ട് കപ്പയും, കൂടാതെ ഒരു മനോഹാരത്തേക്ക് എൻ്റെ ഗസലും. ഓക്കെ, ബാക്കിയെല്ലാം ഓക്കെ. അവസാനം പറഞ്ഞൊരു ഐറ്റം ഉണ്ടല്ലോ, ഗസൽ, അത് ഒഴിവാക്കുകയാണെങ്കിൽ ഞാൻ വരാം. ഓടാ മറ്റവന്. ആ ഞാൻ വരാം. ആ ശരി. ഇന്നേക്ക് നമ്മ അച്ചായന്റെ വെഡിങ് ആനിവേഴ്സറി, ഓ അങ്ങോട്ട് ചെല്ലാൻ. അഷ്റഫാണല്ലോ എന്തോ മുതലാളി. എടാ അതെ, ഇവിടെ ഇപ്പോ ലേബർ ചെക്കിംഗ് നടക്കുക. നീ ഇപ്പൊ താമരയും കൊണ്ട് ഇങ്ങോട്ട് വരണ്ട, നാളെ രാവിലെ വന്നാൽ മതി. ഓക്കെ ഓക്കെ ശരി. അങ്ങ് ലേബർ ചെക്കിങ്, അപ്പോൾ ഇന്നങ്ങോട്ട് ചെല്ലണ്ടെന്നു. ஐயோ அப்ப என்ன பண்ண போறோம்? വേറെന്ത് ചെയ്യാൻ, നമുക്ക് നമ്മ വീട്ടിലെ ജാളിയാ കൂടാം. എന്നിട്ട് നാളെ കാലയിലെ അങ്ക കൊണ്ടാക്കാം പോരെ? ஹலோ, ட்ரெஸ் எல்லாமே பாகமாயாச்சா? ஆ. இது வந்து உங்களோட ஃபேமிலியா? ആ ഇത് അമ്മ, ഇത് ഒരു തങ്കച്ചി, ഇത് വന്ന് ചിന്ന തങ്കച്ചി, ഇത് അപ്പ. 6 വർഷം മുന്നേ മരിച്ചുപോയി. ஐயோ யார் இந்த குழந்தை? അത് അയ്യോ അത് விடு. അല്ല, അത് പാത്താ ശരിയാവില്ല. അത് വേറെ താമര, അത് തരാൻ ഇങ്ങോട്ട് തരാം.